കുട്ടിനെ. ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ കുട്ടിയൊന്നും എണീച്ചിട്ടില്ല. കാരണം എന്തൊക്കെ സ്കൂളും ഇല്ല, മദ്രസും ഇല്ല, അങ്ങനത്തെ ഒരു ദിവസമാണേ. അപ്പൊ നമ്മുടെ ജനിക്കുട്ടനാണെങ്കിൽ നേരത്തെ എണീച്ചിക്കണ്, ഒറ്റക്ക് കിളി വാരി ഇരിക്കുകയാണേ. അപ്പോൾ ഇവിടെയുള്ള പാവക്കുട്ടിനെ കളിപ്പിച്ചിട്ടും ലോറി കൊണ്ട് കളിച്ചിട്ടും ഒക്കെയാണ് രാവിലെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറേ നീയക്കുട്ടിനെ ഉണർത്താനൊക്കെ വേണ്ടിയിട്ട് നോക്കി. പക്ഷെ നീയക്കുട്ടി തിരിഞ്ഞും മറിഞ്ഞൊക്കെ കടന്നു എന്നല്ലാതെ എണീച്ചതൊന്നുമില്ല. പിന്നെ ഓൽക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് ഞാനും ചായയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ ആയുധമായിട്ട് ഇറങ്ങിക്കണേ. ഇന്നിപ്പോൾ രാവിലെ മേലെന്നാണ് തുടങ്ങുന്നത്. ഇന്നും നമ്മൾ താഴത്തുള്ള പരിപാടികളല്ലേ. 2 ദിവസമായിട്ട് ഇപ്പൊ വെയിലൊക്കെയാണ് കേട്ടോ. അപ്പൊ പിന്നെ മുകളിലുള്ള ഇലകളൊക്കെ ഒന്ന് അടിച്ചു വാരി കളയാന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ വെള്ളം വന്നാൽ ആ ഓവിന്റെ അവിടെ പോയിട്ട് ഇങ്ങോട്ട് അടയും കേട്ടോ. അപ്പൊ അതിൻ്റെ ഉള്ളത്തെ ഇല തോണ്ടിയെടുക്കലും ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും ഒക്കെയാണ് പരിപാടി. 2 ദിവസമായിക്കണത് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഡെയിലി ചെയ്യുന്ന ജോലി അല്ലാത്തതുകൊണ്ട് പലപ്പോഴും മറക്കും കേട്ടോ. ഇപ്പൊ തൊട്ടയലകത്തെ താത്ത ഇതേപോലെ മേലെ നിന്ന് അടിച്ചു വരുന്ന ഒച്ച കേട്ടപ്പോഴാണ് ഇന്നതും അടിച്ചു വരാണ്ടല്ലോ എന്ന് ഓർമ്മയെങ്ങാണ്ട് കയറിയത്. അപ്പൊ അതാ അടിച്ചു വാരിയത് ഞാനൊരു കീസിലൊക്കെ ആക്കിയിട്ട് വെച്ചിക്കാണ് കേട്ടോ. എന്നിട്ട് അത് മെല്ലെ ഇങ്ങനെ താഴത്തേക്ക് ഇടും. എന്നിട്ട് പിന്നെ താഴത്ത് പോയിട്ട് എടുത്ത് കളഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വാരിയിട്ട് പിന്നെ അവിടെ പോയിട്ടും വാരി കളഞ്ഞ് ഇരട്ടി പണി എടുക്കണ്ടേ. അപ്പൊ ഞാനിതാ താഴത്തെത്തിക്കണം കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് കൊണ്ടേ കളയട്ടെ. അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്നാ ഞാൻ അതും കൂടി പറിച്ചെടുക്കാന്ന് വിചാരിച്ചത്. ഞാൻ ഈ ക്ലീനിങ്ങിന് അറിഞ്ഞ അങ്ങനെയാണ് കേട്ടോ. ഒന്നെടുത്താല് അതിനനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണുമ്പോൾ പിന്നെ അങ്ങോട്ട് കൈ പോയി അങ്ങനെ വിചാരിക്കാത്ത പണികളൊക്കെ കേൾക്കാരം അന്നത്തെ ദിവസം തീർക്കല് കേട്ടോ. അപ്പൊ വിചാരിച്ച പണികളൊക്കെ പിന്നെ അവിടെ പെൻഡിങ് ആയി കിടക്കും. പിന്നെ കുറച്ച് നേരം വൈകും. അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് എന്താ വെച്ചാല് ആ ഒരു ക്ലീനിങ്ങിന് ഒരു ത്വരങ്ങോട്ട് വന്നു തുടങ്ങിയാല് പിന്നെ അന്ന് ഫുള്ള് ക്ലീനിങ് ആയിക്കാരം. ഐഷ് എന്റെ കഥാനായകന് ഇതാ ട്രൗസർ വരെ ഇടാതെ വന്ന് ഇവിടെ ഞാൻ പുല്ലൊരച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. അസിസ്റ്റന്റിന് ജോലി കാര്യത്തിൽ ഭയങ്കര ആത്മാർത്ഥയാണ്. എന്റെ ബോഡി ഗാർഡല്ലേ. അപ്പൊ പിന്നെ ഞാൻ പോയിലൊക്കെ പോരണല്ലോ. അതിനിപ്പോ ട്രൗസർ ഇട്ടണോ കുപ്പായ ഇട്ടണോ എന്നുള്ളത് നോട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അടിച്ചു വരണം. അതിന് വേണ്ടിയിട്ട് ചൂല് എൻ്റെ അടുത്ത് ആദ്യം തന്നത് എന്തിനാന്നോ, ഞാൻ ആ ചൂല് ആദ്യം എടുക്കുമ്പോ ഒരു കറക്കലുണ്ട്. ആ കറക്കല് കറക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അടുത്ത് തന്നത് കേട്ടോ. ഓനതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിക്കണേ. അപ്പൊ അതൊക്കെ കറക്കി കൊടുത്ത് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ കേട്ടോ. ഇവിടെയൊക്കെ കുറച്ചായി പറിക്കാനൊക്കെ ഇങ്ങനെ ആയി നിക്കണേ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഒരു ത്വര ഇങ്ങോട്ട് വരണം. അപ്പോഴേ ഇതൊക്കെ എടുക്കല് തുടങ്ങുള്ളൂ. അപ്പൊ നീയക്കുട്ടിയും അജിക്കുട്ടനും ഒക്കെ സഹകരിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് സ്കൂളില്ല, മദ്രസില്ല. പിന്നെ തൊട്ടടുത്തുള്ള കുട്ടികളൊക്കെ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് വിരുന്ന് വയ്ക്കണേ. ഞങ്ങളാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ചയല്ലേ പോയി വന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് വിരുന്ന് പോകാനുള്ള സ്കോപ്പും ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങള് വീട്ടില് കിളിവാറിയൊക്കെ ഇങ്ങനെ ഇരിക്കന്നെ. അപ്പൊ നീയക്കുട്ടി വന്ന് ബാക്കിയൊക്കെ ഞാൻ അടിച്ചു വാരി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി പുല്ല് പറയും അടിച്ചു വാരലും ഒക്കെ ഓളയിനിട്ടോ. അപ്പൊ മെയിൻ ആയിട്ടുള്ള കുറെയൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പറിച്ചത്. ചെറുത് അവിടെ ഇവിടെയൊക്കെ ഉള്ളതൊക്കെയാണ് ഓൾക്ക് കൊടുത്തത്. പിന്നെ ഞാൻ ഈ പറിച്ചണതൊക്കെ തൂവ എന്ന് പറയും. തൂവ കുടിച്ചില്ലേ അതന്നെ, ആ ഒരു ചൊറീണ സാധനം. അപ്പൊ അതുകൊണ്ടാണ് കവറൊക്കെ ഇട്ടിട്ട് പറിച്ചത് കേട്ടോ. അജു എൻ്റെ ഇടക്ക് ഞങ്ങളെ സഹായിക്കണമെന്നില്ല. ഇന്ന് വെറും കൂലി വാങ്ങാനായിട്ട് നിൽക്കണം കേട്ടോ. ഇന്ന് എന്റെ കുട്ടിയാണ് നീക്കുട്ടിയാണ് ഒക്കെ സേവനമാരൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പൊ ആ സൈഡിൽ കൂടെ ഉള്ളതൊന്നും വേണ്ട, നമ്മൾ ഈ ഭാഗം മാത്രം പറിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓള് അപ്പുറത്തെ പെരക്കാരെ തൊടും ഒക്കെ പോയി പറിച്ചൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പുല്ലുപറി കഴിഞ്ഞ് അടുത്ത പണിയായിട്ട് ഇറങ്ങിക്കണേ. ഇന്ന് ഫുള്ള് സേവനമാരാ. അപ്പൊ ഇന്നത്തെ പണി എന്താ, പിന്നത്തെ പണി എന്താന്ന് വെച്ചാല് ഇവിടെ ചെടി നനച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പം നീക്കുട്ടി ഇതേപോലെ എടുത്തപ്പോ ഓനും എടുത്തുക്കണേ. ഈ 2 സാധനം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് എനിക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പക്ഷെ ഇതുവരെ എനിക്ക് കിച്ചണിക്ക് വിട്ടു തന്നിട്ടില്ല കേട്ടോ. ഓല് 2 ആളും ഓല് 3 ആളും അതിനടിയാണ്. ഇപ്പൊ സെനൂക്കും അതിങ്ങനെ ചീറ്റാനൊക്കെ അറിയട്ടോ, വെള്ളം ചീറ്റാനൊക്കെ അറിയുമ്പോ ഓനും അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പം ഞാൻ സേവനവാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിക്ക് വീണ്ടും കയറിക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഉപ്പും പാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടേനി. അപ്പം അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേനി. അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. പിന്നെ ഈ ട്രേ എവിടുന്നാണ്, ഈ അതേപോലെ തന്നെ ഉപ്പിടുന്ന പാത്രം, വെളിച്ചെണ്ണൻ്റെ കുപ്പി ഒക്കെ എവിടുന്നാന്നൊക്കെ ചോദിക്കലുണ്ട്. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മീൻ പൊള്ളിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിൽ 4 5 വാങ്ങിയിൽ ബാക്കി 2 ഞാൻ ഇന്നൊക്കെ എടുത്ത് വെച്ചതിന് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പൊള്ളിക്കണത്. ഇത് കരിമീൻ എന്നാണ് ഇവിടെ പറയുക. ഞാൻ വാങ്ങാൻ ചെന്നപ്പോൾ ആളങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ ഞാൻ മുമ്പ് ഒരു ദിവസം കരിമീൻ എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇത് സിലോപ്പിയാണ്, കരിമീനല്ല എന്ന് കുറേ കൂട്ടുകാർ കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം ഇത് കരിമീനല്ല. അപ്പം ഇതിന് ശരിക്കുള്ള പേര് എനിക്കറിയില്ല കേട്ടോ എന്താന്നുള്ളത്. ഇനിയിപ്പം ഞാൻ കരിമീനാണെന്ന് പറഞ്ഞ് തർക്കിച്ചാനുമില്ല. ഏതായാലും ഞാനാകുമ്പോൾ പണി ആരംഭിച്ചു കേട്ടോ. അപ്പോൾ ഒന്ന് ഉള്ളു പൊള്ളിച്ചെടുക്കണത്, മറ്റേത് ഞാൻ സാധാ മസാല വരട്ടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സെനുമോൻ അതിൻ്റെ വണ്ടിപ്പായനുണ്ട്, നിയമോള് കൂടെ പിടിക്കാനും ഓടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചു. ഇനി നമ്മുടെ മീൻ പൊരിച്ചെടുക്കണം കേട്ടോ. ഇത് രണ്ടും പൊള്ളിച്ചെടുത്താൽ ചിലപ്പോൾ കുഞ്ഞുട്ടിക്ക് പറ്റലുണ്ടാവില്ല. ഒരു മീനെ പൊരിച്ചൂടെ എന്ന് ചോദിക്കും. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് മാത്രം പൊള്ളിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. അതിൽ വലിയത് മാത്രം ഞാൻ മുളകും മഞ്ഞളും ഉപ്പൊക്കെ പറ്റിയിട്ട് മസാല വരച്ചിട്ടാണ് കേട്ടോ പൊരിച്ചെടുക്കാൻ വേണ്ടി വെച്ചത്. അപ്പം ഞാൻ വീണ്ടും പുറത്തിറങ്ങിയപ്പോൾ സെനുമോൻ്റെ വിചാരം വീണ്ടും സേവനവാരം ബാക്കി ചെയ്യാനാണെന്ന് വിചാരിച്ച് ആദ്യം മുറം കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അത് ചൂലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വന്നത് വാഴൻ്റെ ഇല വെട്ടാനാണ്. അങ്ങനെ ഞാൻ വാഴൻ്റെ ഇല വെട്ടി പോന്നിട്ടൊന്നും ആളടിച്ചു വരല് കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഓല അവിടെ അടിച്ചു വരെയൊക്കെ തന്നു. അപ്പം നമ്മുടെ മീൻ ഞാൻ മറിച്ചിടാൻ വേണ്ടി നിൽക്കുകയാണ്. കൗതുകം പിന്നെ ലേശം കൂടുതലാണല്ലോ. ഒരിച്ചിരി ക്ഷമ വേണം, കാത്തിരിക്കണം. പക്ഷേ കാത്തിരിക്കാനുള്ള ക്ഷമ ഇല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇരിക്കും. ഒന്നും കൂടി ആണെങ്കിൽ അത് പൊട്ടാതെ പൊടിയാതെ മറിച്ചിടാൻ. അപ്പം എനിക്ക് കൗതുകം കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ വേഗം അത് തിരിച്ചിട്ടിട്ടുണ്ടേനി കേട്ടോ. ഇനി പൈക്കില്ല വെളുത്തുള്ളി ചെറിയുള്ളി സംഗതികളൊക്കെ ഒന്ന് നന്നാക്കിയിരിക്കണം. ഞാൻ മുമ്പൊക്കെ ചെയ്തപ്പോൾ സവോളയിലാണ് കേട്ടോ ചെയ്ത് നോക്കിയിരുന്നേ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ചെറിയുള്ളിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചെറിയുള്ളി തൊലിച്ചെടുക്കൽ കുറച്ച് ടാസ്ക് ആണ്. പക്ഷേ ചെറിയുള്ളിയിൽ ഉണ്ടാക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഓൾറെഡി ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യണതും കാര്യങ്ങളൊക്കെ. അപ്പം അടിപൊളി ടേസ്റ്റ് ഇനി അന്ന് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ചെറുള്ളി മാത്രമല്ല, ഞാൻ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഞാൻ റെസിപ്പി ഉൾപ്പെടുത്തിയിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ ചെറുള്ളി കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തു കേട്ടോ. ചെറുള്ളി കട്ട് ചെയ്യൽ മാത്രമേനു ഒരു ടാസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലരൊക്കെ പറയലുണ്ട്, അല്ല പളേ ഞങ്ങളിവിടെയൊക്കെ വെളിച്ചെണ്ണക്ക് 500 എനിക്കതൊന്നുമില്ലേ എന്നുള്ളത്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പാത്രത്തിൽ നിന്നാണല്ലോ ഒഴിക്കണത്. അപ്പോൾ ഒരു മട്ടം കിട്ടലില്ല. പിന്നെ ഒന്നാമത് കട്ടായ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവ് കറക്റ്റ് അറിയൂല. അതുകൊണ്ടാണ് കേട്ടോ ചിലതിലൊക്കെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ആയി പോണത്. വെളിച്ചെണ്ണ ഇവിടെയും 500 തന്നെയാണ് വില. പിന്നെ ഞാൻ ഇങ്ങനെ കറികൾ തൂമിക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. പിന്നെ പൊരിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുക. അപ്പം നമ്മൾ ചെറുള്ളി ഒന്ന് വാടി വന്നപ്പോഴേ അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതുണ്ടേനി കേട്ടോ. അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഒന്ന് എല്ലാതൊന്ന് വാടി വന്നപ്പോൾ അതിക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ. വേറെ മസാലകളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇന്നിപ്പോൾ ഞാനത് രണ്ടും മാത്രമാണ് ചേർത്തെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഒരു തക്കാളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ അതാണ് ഇപ്പോൾ ചേർത്തെടുത്തത് കേട്ടോ. അപ്പോൾ അത് ചേർത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് അതിൻ്റെ ആ ഒരു എന്താ പറയുക, തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വാടി സോഫ്റ്റായിട്ട് വന്ന ആ ഒരു സമയത്ത് ഇത് തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ എനിക്ക് തോന്നണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ തേങ്ങാപ്പാൽ ചേർത്തത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ചേർത്ത് കൊടുത്തത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ ഉണ്ടായിന് കേട്ടോ അതിന്. പിന്നെ തേങ്ങൻ്റെ ശാപം കൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർത്തപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഖേദം ഒക്കെ തോന്നിയത്. പക്ഷേ കഴിച്ച് വന്നപ്പോൾ ആ ഒരു ഖേദം കണ്ട് മാറിക്കിട്ടി. അപ്പോൾ വാഴൻ്റെ ഇലയൊക്കെ ഒന്ന് വാട്ടി എടുക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ മസാലയും അവിടെ റെഡി ആയി വന്നിക്കണം കേട്ടോ.
പിന്നെ ഉപ്പിന്റെ കാര്യം ഞാൻ പറയാത്തത് എല്ലാത്തിലും നമ്മൾ കോമൺ ആയിട്ട് ചേർക്കുമല്ലോ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അതിന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉപ്പ് ഞാൻ പറഞ്ഞിരുന്നു പറയാഞ്ഞത്. പിന്നെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ടേനി കേട്ടോ ഞാൻ. അപ്പൊ നമ്മുടെ മസാല റെഡിയായി. ഇത്ര ഒരു ഇതിലാണ് കേട്ടോ, ഞാൻ ഇതിലും ഒരുപാട് ടൈറ്റാക്കി ഒന്നും എടുത്തിട്ടില്ല. ഈ ഒരു രീതിയിലായപ്പോൾ തന്നെ ഞാനത് ഓഫാക്കി എടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഇനി നമുക്ക് നമ്മുടെ മീനുണ്ടല്ലോ പൊള്ളിച്ചെടുക്കാനും കൂടി ഉള്ളൂ. അപ്പം നമ്മളെ മസാലയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിരിക്കുന്നു. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുറത്ത് പോയി മന്തി അയച്ചു എന്നുള്ള വീഡിയോയിൽ അങ്ങനെ പറഞ്ഞപ്പോഴേ ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പുറത്ത് പോയിട്ട് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്. അല്ല കേട്ടോ, നമുക്ക് എന്താ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എപ്പോഴൊന്നും പുറത്ത് പോയി കഴിക്കുന്നത് കുഞ്ഞുട്ടിക്ക് അങ്ങനെ ഇഷ്ടമല്ല, പ്രോത്സാഹിപ്പിക്കലും ഇല്ല കേട്ടോ. അത് വേറെ കാര്യം. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പറയുക, അത് പിന്നെ എന്താണ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ആൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴൊന്നും പുറത്തുനിന്ന് പോകലൊന്നുമില്ല. അന്ന് ഞാൻ ചോറ് ഞാൻ പറഞ്ഞില്ലേ വെച്ചെങ്ങാണ്ട് പോയിട്ട് പുറത്തുനിന്ന് കഴിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു എന്താ പറയുക ഒരു ഇത് തോന്നി കേട്ടോ. കാരണം ചോറ് വെച്ചിക്കണല്ലോ, അപ്പം വെക്കാതെ പോരുകയാണെങ്കിൽ പിന്നെ വലിയ വിഷയമൊന്നുമില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ പുറത്ത് പോയി കഴിക്കാൻ മടി ഉണ്ടായതുകൊണ്ടൊന്നല്ല. പിന്നെ എപ്പോഴും പോകലുമില്ല. എപ്പോഴൊക്കെ മക്കളെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെ വാങ്ങിക്കൊടുക്കലും ഉണ്ടാക്കി കൊടുക്കലും ഒക്കെ ഉണ്ട്. അപ്പം ഞാനേ പുറത്തുനിന്ന് വായൻ്റെ ഇല വെട്ടി കൊണ്ടുവന്നു, പക്ഷേ അത് കെട്ടാലെ കയറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വായൻ്റെ കയറൊക്കെ വെട്ടി കൊണ്ടുവന്ന് നമ്മുടെ മീനൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ചട്ടി അടുപ്പത്ത് വെച്ച് അതിലൊരു ഇത്തിരി വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആ വായൻ്റെ ഒന്ന് കരിയാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അതിങ്ങനെ ആകെ ചട്ടി ഒന്ന് ചുറ്റിച്ച് അങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ ഈ കെട്ടി വെച്ച വായൻ്റെ ഇലല്ലേ അതൊന്ന് അതിൽ വെച്ചിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കുക. നമ്മൾ സാധാരണ രീതിയിൽ പൊരിച്ചെടുത്താലും മതി, പക്ഷെ പൊള്ളിച്ചെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത്? ഇവരതാ വേറെ ചോറും കൂട്ടാനും കറിയും ഒക്കെ ഇവിടെ വെച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മണ്ണും ആ വെള്ളവും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറയില്ലേ, ഇന്നിപ്പോൾ ഓൽക്ക് കളിക്കാൻ കൂട്ടുകാരൊന്നുമില്ലല്ലോ, അപ്പോൾ ഒരു മൂന്നാളും കൂടി നല്ല കളിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഭാഗമായപ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. അധികം വേവാനൊന്നുമില്ല. പിന്നെ ഈ വായൻ്റെ ഇലയൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരാനേ ഉള്ളൂ. അത് പൊട്ടിയതല്ല കേട്ടോ മസാല, ഞാൻ ആ ചട്ടകം വെച്ചിട്ട് മറിച്ചത് കൊണ്ട് ആ ചട്ടകത്തുമ്പോൾ മസാല ഇതിലായതാണ് കേട്ടോ. അപ്പം അങ്ങനെ പൊള്ളിച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ചെറുള്ളിയിൽ ഉണ്ടാക്കിയപ്പോൾ. അപ്പം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് റെഡി ആയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, പുളിയും തേവാരൊക്കെ കഴിഞ്ഞ് വേഗം ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല അടിപൊളി ടേസ്റ്റ് വേണി കേട്ടോ. അപ്പോൾ അത്രയ്ക്കേനു ഞങ്ങളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളെ എന്താ പറയുക സേവനമാരും നമ്മുടെ മീൻ പൊള്ളിച്ചതും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.